തങ്ങളെന്താ പറയാനുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിൽ ധരിച്ച മദീനയുടെ ചെരുപ്പ് കണ്ട് നമുക്ക് അതോടൊപ്പം തന്നെ സല്ലല്ലാഹു തങ്ങളുടെ തിരുശരീരത്തിന്റെ ഭാഗമായ ഷഅറ മുബാറക്ക് നമുക്ക് ഈ യാത്രയിൽ കാണാൻ സാധിച്ചു. ഒരുപാട് കുബ്ബകളുണ്ട്, എല്ലാം കരിങ്കുബ്ബകളാണ്. നമ്മളിപ്പോൾ പോകുന്നത് നല്ല മനോഹരമായ നല്ലൊരു കാഴ്ചയിലാണ്. കാഴ്ച കഴിഞ്ഞു, നമ്മൾ പോവാണ്. പിന്നെ കാശ്മീരിലേക്ക് പോയാണ്. കാശ്മീർ ഇവിടെ കാണുന്നത് ഫുള്ളും മഞ്ഞും മലയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SR മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നുള്ളത് അഹമ്മദാബാദിലെ ബഡാ മസ്ജിദ് എന്ന് അറിയപ്പെടുന്ന ഏറ്റവും വലിയ പള്ളിയുടെ മുന്നിലാണ്. ഇൻഷാ അല്ലാഹ് ആ ഒരു പള്ളിയുടെ കാഴ്ചയും അവിടുത്തെ വിശേഷങ്ങളും അവിടെ അന്തിയുറങ്ങുന്ന മഹാന്റെ ദർഗയും അവിടുത്തെ ചരിത്രങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു ആവേശത്തിലാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ മുഖേന ഈ ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ കാഴ്ചകളും നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറയാനൊന്നുമില്ല, അൽഹംദുലില്ലാ. കഴിഞ്ഞ യാത്രയോടൊപ്പം വളരെ ഉഷാറായി. ഇത് നമ്മളെ ലാസ്റ്റ് ഇതായിരിക്കും അല്ലേ? പിന്നെ ധാരാളം സിയാറത്തിൽ പങ്കെടുക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്താ പറയണ്ടോ? ഇതേപോലെ ഒന്നും കൂടി വരാനൊക്കെ തോന്നിക്കേട്ടോ. പള്ളിയുടെ കാഴ്ച കാണാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. ഈ അഹമ്മദാബാദിലെ ഏറ്റവും വലിയ പള്ളിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു പരിസരം നമുക്കിങ്ങനെ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്റെ ദർഗയുണ്ട്. ആ ഒരു കാഴ്ച കാണാനും കൂടിയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. മലയാളികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഒരു ദർഗയിലേക്ക് കടക്കുന്ന എൻട്രൻസ് ആണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്രങ്ങളിലെ മഹത്തുക്കളുടെ മഹാന്മാരുടെ അടുക്കലേക്ക് സിയാറത്തിന് വേണ്ടി പുറപ്പെട്ട സംഘം അൽഹംദുലില്ലാ അതിൻ്റെ സിയാറത്തിൻ്റെ അവസാന കേന്ദ്രമായ അഹമ്മദാബാദ് പട്ടണത്തിൽ ഉണ്ടാക്കിയ ശില്പി മഹാനായ സുൽത്താൻ അഹമ്മദ് ഷാ തങ്ങളുടെ ഹദറത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ യാത്രാ സംഘത്തെ സ്വീകരിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഉദ്ദേശിച്ചതുപോലെ അൽഹംദുലില്ലാ അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഇന്ത്യയുടെ ഭരണശിലാ കേന്ദ്രമായ ഡൽഹിയിലെ പട്ടണത്തിൻ്റെ ഒരു പ്രദേശം മുഴുവൻ അറിയപ്പെടുന്ന മഹാനായ ഹസ്രത്ത് നിസാമുദ്ദീൻ ദഹ്ലവി തങ്ങളുടെ ഹദറത്തിൽ നമുക്ക് ഈ യാത്രയിൽ സിയാറത്തിന് സാധിച്ചു. അതോടൊപ്പം തന്നെ അവരുടെ പ്രധാനപ്പെട്ട ശിഷ്യനായ മിർ അബൂ ഖുസ്റു തങ്ങളുടെ ഹദറത്തിൽ നമുക്ക് സിയാറത്തിന് സാധിച്ചു. ഇന്ത്യയുടെ സുൽത്താൻ ഖാജ തങ്ങൾ അവരുടെ പ്രധാനപ്പെട്ട ശിഷ്യനും ഒന്നാമത്തെ ഖലീഫയുമായ ഖാജ മുഹമ്മദ് ബഖ്തിയാരി ദഹ്ലവി തങ്ങളുടെ ഹദറത്തിലും അതോടൊപ്പം തന്നെ അവരുടെ ബറക്കത്തിന്റെ ആദ്യത്തെ ഉസ്താദായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടവെച്ച് അവരുടെ ഒരുപാട് കാലം ജീവിതത്തിൽ സൂക്ഷിച്ച മഹാനായ ഖാദി ഹമീദുദ്ദീൻ നാഗോരി തങ്ങളുടെ ഹദറത്തിൽ നമുക്ക് ഈ യാത്രയിൽ സിയാറത്തിന് സാധിച്ചു. ശേഷം നമുക്ക് ഇന്ത്യയുടെ സുൽത്താന്റെ ഹദറത്തിൽ 2 ദിവസം തങ്ങി അവിടെ സിയാറത്ത് ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടുത്തെ ഒരുപാട് ആധാരങ്ങളും അവരുടെ പ്രധാനപ്പെട്ട മഖബറയുടെ അടുത്തുള്ള വിവിധ മഹാന്മാര്, അവരുടെ 2 ബീവിമാര്, അതുപോലെ തന്നെ സയ്യിദ് സുൽത്താൻ മുഹമ്മദ് യാദ്കാർ തങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് മഹാന്മാരെ ഖാജ തങ്ങളുടെ
ചാരത്ത് നമുക്ക് സിയാറത്തിന് സാധിച്ചു. ഖാജാത്തങ്ങൾക്ക് മുമ്പേ ഇനി പ്രചരണത്തിന് വേണ്ടി വന്ന സയ്യിദ് മീറാൻ ഹുസൈൻ തങ്ങളുടെ അടുക്കൽ, അതുപോലെ തന്നെ ഖാജാത്തങ്ങളുടെ അമോഷൻ സയ്യിദ് വജൂഹുദ്ദീൻ മഷ്ഹദി തങ്ങൾ, ഖാജാത്തങ്ങളുടെ മകൻ അബുൽ ഖൈർ ഫഖറുദ്ദീൻ ബാബ സെൽവാരി തങ്ങളുടെ ഹദറത്തിലും ചെല്ലാനും അവിടുത്തെ മദതും കുരുത്തവും പൊരുത്തവും ഒക്കെ വാങ്ങാൻ നമുക്ക് ഈ യാത്രയിൽ മഹാഭാഗ്യമുണ്ടായി. അതോടൊപ്പം തന്നെ അഹമ്മദാബാദിൽ ഇന്ന് ഈ പട്ടണത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന പ്രധാനപ്പെട്ട പണ്ഡിതന്മാരായ, പ്രധാനപ്പെട്ട സൂഫി വര്യന്മാര ഔലിയാക്കന്മാരായ ഖുത്ബ് ആലം ബുർഹാനുദ്ദീൻ അബ്ദുള്ള ബുഖാരി തങ്ങളുടെ അടുക്കലും അവരുടെ പേരക്കുട്ടി ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെ അടുക്കലും അതിനുശേഷം അവരുടെ മകൻ സയ്യിദ് സിറാജുദ്ദീൻ ഷഹാനും അവരുടെ പേരമകൻ മഖ്ദൂൽ ആലം തങ്ങളുടെ ഹദറത്തിലും നമുക്ക് സിയാറത്തിന് വേണ്ടി സാധിച്ചു. മഹാനായ സുൽത്താൻ അഹമ്മദ് ഷാ AD 1389 ജനിക്കുന്നത്. ശേഷം അവരുടെ പിതാവിന്റെ മരണശേഷം AD 1411 അഹമ്മദാബാദിന്റെ ഭരണത്തിന്റെ ചുക്കാൻ പിടിച്ചു. അതിനിടയിൽ AD 1421 ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളിലൊന്നായ അഹമ്മദാബാദ് ടൗൺ ജുമാ മസ്ജിദ് ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ മഹാനവറുകൾ AD 1422 വഫാത്താകുന്നത്. അതുവരെ അഹമ്മദാബാദിന്റെ ഭരണം നടത്തിയിരുന്നത് സുൽത്താൻ അഹമ്മദ് ഷയായിരുന്നു. അവരാണ് ഈ പണ്ഡിതന്മാർക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന, അതിനൊക്കെ വേണ്ടി സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് സുൽത്താൻ അഹമ്മദ് ഷയാണ്. അതോടൊപ്പം തന്നെ അഹമ്മദാബാദിലെ പ്രധാനപ്പെട്ട മറ്റൊരു പണ്ഡിതനായ സർക്കേജിൽ നിമിഷം കൊള്ളുന്ന സർക്കേജിലുള്ള അഹമ്മദ് കാട്ടുഗഞ്ചി ബക്ഷി മഹാനായ സുൽത്താൻ അഹമ്മദ് ഷയാണ് അഹമ്മദാബാദ് പട്ടണത്തിൽ വലിയ വെള്ളത്തിന് ക്ഷാമമുണ്ടായപ്പോൾ അഹമ്മദ് ഷയോട് പറഞ്ഞു, കാട്ടുവിൽ, അതായത് ബിക്കാനീറിലും അപ്പുറത്തുള്ള കാട്ടുവിൽ വലിയ മഹാനുണ്ട്, അവരെങ്ങോട്ട് കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഇവരുടെ വെള്ളത്തിൻ്റെ ക്ഷാമത്തിനൊക്കെ പരിഹാരം കാണാൻ കഴിയുന്ന വലിയ പണ്ഡിതനാണ്. അങ്ങനെയാണ് പിന്നെ അഹമ്മദ് കാട്ടു കഞ്ചി ബക്ഷി തങ്ങളെ അബൂ ഇസ്ഹാഖ് അൽ മഗ്രിബിയുടെ ശിഷ്യനായിട്ടുള്ള അഹമ്മദ് കാട്ടു കഞ്ചി ബക്ഷി തങ്ങൾ അഹമ്മദാബാദിലേക്ക് കൊണ്ടുവന്നു. ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരെ അഹമ്മദാബാദിലേക്ക് കൊണ്ടുവന്ന മഹാനും കൂടിയാണ് ആര്? സുൽത്താൻ അഹമ്മദ് ഷാ. അവർ AD 1442 മഹാനായ സുൽത്താൻ അഹമ്മദ് ഷാ വഫാത്താകുന്നത്. അപ്പോൾ ഈ സിയാറത്തുകളൊക്കെ നമുക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ ശാലം പോയപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപാദം പതിഞ്ഞ കല്ല് നമുക്ക് കാണാൻ സാധിച്ചു. ഡൽഹിയിലെ പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായ, നാം ഏതൊക്കെ സിയാറത്ത് ചെയ്തിട്ടുണ്ടോ ആ സിയാറത്തിനേക്കാളൊക്കെ വലിയ മഹത്വമുള്ള സ്വഹാബത്തിന്റെ ആസാറുകളും അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിൽ ധരിച്ച മെതിയുടെ ചെരുപ്പ് കണ്ട് നമുക്ക് ബർക്കത്തെടുക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശരീരത്തിന്റെ ഭാഗമായ ഷഅറ മുബാറക്ക് നമുക്ക് ഈ യാത്രയിൽ കാണാൻ സാധിച്ചു. എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ മഹാന്മാരുടെയൊക്കെ കുരുത്തവും പൊരുത്തവും വാങ്ങി പോകുമ്പോൾ നമുക്കൊക്കെ അവസാനത്തെ നമുക്കൊക്കെ ആഗ്രഹം ഈമാൻ കിട്ടി മരിക്കുക എന്നുള്ളതാണ്. അള്ളാഹു അതിനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വലാത്തൻ തുൻജിനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത്ത് വതുസല്ലിമുനാ ബിഹാ മിൻ ജമീഇൽ അസ്ഖാമി വൽ ആഫാത്ത് وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة. സ്വലാത്തുകൾ, സലാമുകൾ, മദ്ഹുകൾ, സൂറത്തുൽ ഇഖ്ലാസ്, ഞങ്ങൾ ചെയ്ത മുഴുവൻ സ്വാലിഹായ പ്രവർത്തനങ്ങൾ, സദഖകൾ എല്ലാം ഞങ്ങൾ നീ
കബൂലാക്കണം അല്ലാ. എല്ലാ ന്യൂനതകളും പരിഹരിച്ചുകൊണ്ട് നീ സ്വീകരിക്കണം അല്ലാ. ഇതിന്റെ വർക്കത്തിൽ പ്രത്യേകിച്ചും ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹത്വപ്പെട്ട ഹദറത്തിലേക്ക് എത്തിക്കണം അല്ലാ. വന്നുപോയ അതവുകൾ അതവുകേടുകൾ എല്ലാം നീ പുറത്തു മാഫാക്കി തരണം അല്ലാ. വീഴ്ചകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഞങ്ങളുടെ മുഴുവൻ സിയാറുകളും മുഴുവൻ സ്വാലിഹായ അമാലുകളും നീ കബൂലാക്കണം അല്ലാ. നാളെ ആഖിറത്തിലേക്ക് ഇത് വലിയ മുതൽക്കൂട്ടായി ഞങ്ങൾ നീ സ്വീകരിക്കണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുന്ന ഈ മഹാന്മാരുടെ മുഹിബ്ബീങ്ങളാക്കി ഞങ്ങളെ നീ മാറ്റണം അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. പ്രിയമുള്ളവരെ, ഇപ്പൊ നമ്മളവിടെ നിൽക്കുന്ന ഷാനിഫെ അഹമ്മദാബാദിലെ ഏറ്റവും പ്രശസ്തമായ ചരിത്രം അന്തിയുറങ്ങുന്ന പ്രശസ്തമായ ടൗൺ പള്ളിയിലാണ് നിൽക്കുന്നത്. ഇതിലെ ഒരുപാട് കാഴ്ചകളും സിയാറത്തുകളും ഉസ്താദിന്റെ നിർദ്ദേശ ഉപദേശങ്ങളും നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ ഷെഡ്യൂളും എന്തൊക്കെയാണ് നിങ്ങൾ കേട്ട് കഴിഞ്ഞു. അൽഹംദുലില്ലാ, ഈ ഒരു സിയാറത്ത് യാത്ര ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. എങ്കിലും ഇൻഷാ അല്ലാഹ് ഞങ്ങൾ എല്ലാവരും പരസ്പരം പിരിയുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇതുവരെ കണ്ട വീഡിയോകൾ തീർച്ചയായും മുടങ്ങാതെ എല്ലാ ആളുകളും കാണണം, എല്ലാ ആളുകളിലേക്കും എത്തിച്ചു കൊടുക്കണം. ഇവരെ ചെയ്ത ഓരോ വീഡിയോസുകളും അതിന്റെ പരിപൂർണമായ ചരിത്രങ്ങളും പരിപൂർണമായ കറാമത്തുകളും പരിപൂർണമായ വിശദാംശങ്ങളും ഇതിന്റെ തൊട്ടു മുമ്പ് ചെയ്ത ഓരോ വീഡിയോയിലും ഉണ്ട്. അപ്പോൾ നിർബന്ധമായും ആ വീഡിയോ എടുത്ത് നിങ്ങൾ എല്ലാവരും അത് വേണ്ടതുപോലെ പഠിക്കുക, മനസ്സിലാക്കുക. അതിന്റെ പുറമെ ഇതുപോലത്തെ എല്ലാ സ്ഥലങ്ങളിലേക്ക് എല്ലാവരും എത്താൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താറ് അല്ലെ. ഇവിടുത്തെ അനുഭവം വളരെ ആയിരുന്നു അല്ലെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതിനേക്കാളും വ്യത്യസ്തമായ അടിപൊളി വീഡിയോകളും കാഴ്ചകളും വ്ലോഗുകളുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും തൽക്കാലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്കളെന്താ പറയാനുള്ളത്? നമ്മളിപ്പോൾ പോകുന്നത് നല്ല മനോഹരമായ നല്ലൊരു കാഴ്ചയിലാണ്. കാഴ്ച കഴിഞ്ഞു, നമ്മൾ പോവാണ്. പിന്നെ കാശ്മീരിലേക്ക് പോയാണ്. കാശ്മീർ ഇവിടെ കാണുന്നത് ഫുള്ളും മഞ്ഞും മലയും. താങ്കളെ ഇതുവരെ 6 ദിവസം അല്ലേ, നമ്മൾ 7 ദിവസം കടന്നു പോയി. എന്ത് തോന്നുന്നു ഈ 7 ദിവസം? പൊളി പറയല്ലേ. വളരെയധികം അൽഹംദുലില്ലാ നല്ല രീതിയിലുള്ള യാത്രകളായിരുന്നു അല്ലേ. നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാം. പക്ഷെ നമ്മൾ വെയിലടിക്കുമ്പോൾ കണ്ണിങ്ങനെ പൂട്ടുന്നത് വിചാരിച്ചിട്ടുള്ള കടയിൽ കാഴ്ച ഒരുത്തത് ഫോട്ടോഗ്രാഫി എടുത്ത് കളിക്കും.